ന്യൂസ് ടെൻസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ന്യൂസ് 18 കേരളം പുറത്തുവിട്ട ഞെട്ടിക്കുന്ന വാർത്തയുടെ തുടർച്ചയിലേക്ക് തന്നെയാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്നത് വൻ കൊള്ളയോ എന്നതാണ് ഞങ്ങൾ ആദ്യം പരിശോധിക്കുന്നത്. ഇന്നലെയായിരുന്നു ന്യൂസ് 18 കേരളം ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടത്. അത് ശബരിമലയിൽ നിന്നായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും പ്രവേശനമുള്ള ക്ഷേത്രം. കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് നിരവധിയായ ഭക്തർ ശബരിമലയിലേക്ക് ഒഴുകിയെത്താറുള്ളത്. ആ ശബരിമല വാർത്തകളിൽ നിറഞ്ഞത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ നിർണായകമായ വിധിയിലൂടെയായിരുന്നു എന്നത് നമുക്കറിയാം. അതിപ്പോഴും ചർച്ചാ വിഷയമാണ്. യുവതികൾക്ക് പ്രവേശനം അനുവദിക്കുമ്പോൾ പോലും വിശ്വാസത്തിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങളായിരുന്നു കേരളത്തിൽ നമ്മൾ കണ്ടത് എന്നതാണ്. അത്തരം വിശ്വാസത്തെ മുതലെടുക്കുന്ന വലിയൊരു സംഘം ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലൂടെ പുറത്തു വന്നത് എങ്കിൽ ഇതുവരെ ആരും പറയാത്ത ഒരു വാർത്തയും റിപ്പോർട്ടുമാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് വിശ്വാസി സമൂഹത്തെ മുതലെടുക്കുന്ന സമീപനമാണ്. വിശ്വാസത്തിന്റെ പേരിലായതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകളെ ചോദ്യം ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് വസ്തുത. പ്രതികരിക്കാൻ പോലും പലരും മടി കാണിക്കുന്നു എന്നതാണ് വസ്തുത. പക്ഷേ ഇത് യഥാർത്ഥ വിശ്വാസകരെ ചൂഷണം ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ടത്. അതായത് ശബരിമലയിലെ മേൽശാന്തി നിയമനത്തിലടക്കം വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന് നേരത്തെ മുതൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളാണ് എങ്കിൽ ആ മേൽശാന്തിമാരുടെ യോഗ്യതയിൽ പോലും തിരിമറി നടത്തിയിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു ഞങ്ങൾ പുറത്തുവിട്ടത്. ഇപ്പോഴിതാ ശബരിമല മേൽശാന്തി നിയമനത്തിലെ ക്രമക്കേടിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകാൻ പോവുകയാണ്. ശബരിമല മേൽശാന്തി ED പ്രസാദിന്റെ നിയമവിരുദ്ധ നിയമനത്തെക്കുറിച്ച് ഹൈക്കോടതി അറിയിക്കും. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഈ നടപടി ഉണ്ടാകുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവയ്ക്കാനുള്ളത്, ഈ വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുമെന്നാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പരിശോധന നടത്തുമെന്നും മന്ത്രി പറയുന്നുണ്ട്. നിയമനത്തിലെ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 വാർത്തയോടായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ പരിശോധിച്ച് വേണം പറയാൻ. ഞാനിങ്ങനെ ചാനൽ വാർത്തകൾ മാത്രമേ എനിക്കറിയുള്ളൂ. കാര്യങ്ങൾ പരിശോധിക്കാം. ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തിരുത്തും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. യെസ്, ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ടോം ചേരുന്നുണ്ട്. ടോം, ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിടുമ്പോൾ തീർച്ചയായും അത് വിശ്വാസി സമൂഹത്തെ ബാധിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇങ്ങനെയൊരു വാർത്ത പുറത്തുവിടുമ്പോൾ നമുക്ക് വലിയ പരിമിതികളുണ്ടായിരുന്നു. സൂക്ഷ്മമായി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ വിവരാവകാശ പ്രകാരം അടക്കം ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ വാർത്ത പുറത്തുവിട്ടത്. പ്രത്യേകിച്ച് 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാകണം, 3 നേരം പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ എന്നതിൽ ഉൾപ്പെടെ വ്യാജരേഖ ചമച്ചുകൊണ്ടാണ് ഈ പ്രവേശനത്തിന് നേടാനുള്ള നീക്കങ്ങൾ നടത്തിയത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ മേൽശാന്തി അവിടെ ചുമതലയേറ്റത് എന്ന വിവരമാണ് നമ്മൾ പുറത്തുവിട്ടത്. ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യം പരിശോധിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ്. നമ്മുടെ വാർത്തയിൽ നടപടികൾ ഉണ്ടാകുന്നു, പരിശോധനകൾ ഉണ്ടാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കേട്ടോ. തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തരമൊരു വാർത്ത, ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ സ്വാഭാവികമായി സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം ഒരു 3 ആഴ്ച മുൻപാണ് ഇങ്ങനെ ഒരു പരാതി ലഭ്യമാകുന്നത്. പക്ഷെ ഇതിനു മുൻപ് തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട നറുക്കെടുപ്പിലടക്കം പല രീതിയിലുള്ള തട്ടിപ്പുകളും ക്രമക്കേടുകളും ഉണ്ടാകുന്നുവെന്ന്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിരിക്കെ പോലും ഒരു തെളിവ്, ആരോപണത്തിന് അപ്പുറം ഒരു തെളിവുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു പരാതി ലഭിക്കുന്നു. അതിന് പിന്നാലെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള A. പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. അതായത് മേൽശാന്തി നിയമനത്തിൽ CPMന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കിട്ടിയ ഈ ഒരു പരാതി, ഈ ഒരു ചില തെളിവുകൾ വിശദമായി തന്നെ പരിശോധിച്ചു. അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ പല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും അതോടൊപ്പം കൊച്ചിൻ ദേവസ്വം ബോർഡിനും ചില അപേക്ഷകൾ സമർപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരമാവധി ശേഖരിച്ചു. അങ്ങനെയാണ് ഇവിടെ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഏറ്റവും പ്രധാനമായും ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട ചില
മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ടാണ് ED പ്രസാദ് ശബരിമലയിലെ മേൽശാന്തി ആയിരുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം, അതായത് 35 വയസ്സ് മുതൽ മുകളിലേക്ക് പ്രായമുള്ള ആർക്കും ഈ ശബരിമല മേൽശാന്തിയാകാൻ അപേക്ഷിക്കാം. പക്ഷെ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതായത് 10 വർഷം തുടർച്ചയായ 3 പൂജകളുള്ള, ദിവസേന 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ തുടർച്ചയായി 10 വർഷം മേൽശാന്തിയായിരിക്കണമെന്ന്. അത് പൂർണ്ണമായും അട്ടിമറിക്കുന്നതായിരുന്നു, അത് പൂർണ്ണമായും തിരുത്തിക്കൊണ്ടായിരുന്നു, അട്ടിമറിച്ചുകൊണ്ടായിരുന്നു ED പ്രസാദ് ഈ അപേക്ഷ നൽകിയത്. അതിലേറ്റവും പ്രധാനമായും സൂചിപ്പിക്കേണ്ട കാര്യം, ഇതിന് ദേവസ്വം ബോർഡിലെ ചില ഉന്നതരും കൂട്ടുനിന്നു. അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിലെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെയും ഉന്നതർ കൂട്ടുനിന്നു. ഇതിന്റെ വിവരങ്ങളടക്കം, രേഖകളടക്കം, തെളിവുകളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതായത് ദേവസ്വം വിജിലൻസ് ഓഫീസർ ഈശ്വരൻ നമ്പൂതിരി ഇത് കൃത്യമായും പരിശോധിക്കേണ്ടതാണ്. ഈശ്വരൻ നമ്പൂതിരി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതെല്ലാം, അതായത് ED പ്രസാദ് 10 വർഷം തുടർച്ചയായി 3 പൂജകളുള്ള ക്ഷേത്രത്തിൽ സേവനം ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അവിടെ ചോറ്റാനിക്കര കീഴ്ക്കാവിൽ സേവനം ചെയ്തിട്ടുള്ള ED പ്രസാദാണ്. അത് മേൽക്കാവെന്ന് തിരുത്തി എഴുതി. കീഴ്ക്കാവിൽ 3 പൂജകളില്ല, ദിവസം 2 പൂജകൾ മാത്രമുള്ള, നിവേദ്യം മാത്രമുള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഈ നിയമനത്തിലേക്ക്, ഈ മേൽശാന്തി എന്ന അത്യുന്നതമായിട്ടുള്ള ശ്രേഷ്ഠമായ പദവിയിലേക്ക് ED പ്രസാദ് എത്തിയത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ന്യൂസ് 18 ഇന്നലെ പുറത്തുവിട്ടപ്പോൾ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് അന്വേഷിക്കും, പരിശോധിക്കും, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും, ഇടപെടും എന്ന കൃത്യമായ സൂചനകൾ നൽകിയിരുന്നു, പ്രതികരണം നടത്തിയിരുന്നു. ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതായത് കൃത്യമായും പരിശോധിക്കും എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ ശബരിമല മേൽശാന്തി നിയമനം, അതിന്റെ നറുക്കെടുപ്പ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്, ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ്. ആ സ്പെഷ്യൽ കമ്മീഷണറുമായി നമ്മൾ ഇന്നലെ രാത്രിയോടുകൂടി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ വാർത്ത പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത, അതായത് ന്യൂസ് 18 പുറത്തുവിട്ട ശബരിമല മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് അത് ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. അതായത് അവർ വ്യക്തമാക്കിയ കാര്യം, കാരണം നമ്മൾ ചോദിച്ചു, ഇത് നിങ്ങളുടെ ഭാഗത്ത്, സ്പെഷ്യൽ കമ്മീഷണറുടെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. കാരണം ഇത് നറുക്കെടുപ്പ് മാത്രമാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ നിരീക്ഷണത്തിലുള്ളത്. അതിന് മുൻപുള്ള എല്ലാ പ്രൊസീജിയറും അത് ദേവസ്വം ബോർഡാണ് നടപ്പാക്കേണ്ടത്. ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് കൃത്യമായി പരിശോധിക്കും. കാരണം ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആ അപേക്ഷയിൽ എന്തെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകളുണ്ടോ, ഈ മാനദണ്ഡങ്ങൾ പാലിച്ചവരാണോ ഈ അപേക്ഷകനായിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായും പരിശോധിച്ച ശേഷം മാത്രമേ വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാവൂ. പക്ഷെ ആ റിപ്പോർട്ടില് തിരിമറി ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ അവർ ഈ വീഴ്ചകൾ കണ്ടില്ലെന്ന് നടിച്ചതാകാം, അല്ലെങ്കിൽ ബോധപൂർവം ആ ഉന്നത ഇടപെടൽ കാരണം അത് അട്ടിമറിച്ചതാകാം എന്ന രീതിയിൽ തന്നെയാണ് സംശയമുള്ളത്. എന്തായാലും ഹൈക്കോടതിയുടെ പല രീതിയിൽ നമുക്കറിയാം, ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ശബരിമലയിൽ കൃത്യമായും ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലും ഹൈക്കോടതിയുടെ ഇടപെടൽ കാരണം നിയമിക്കുന്നു. ആ അന്വേഷണമൊക്കെ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു. തീർച്ചയായും അതാണല്ലോ ടോം, നമ്മൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ നമ്മൾ ബന്ധപ്പെട്ട പല ആളുകളിൽ നിന്നും അവർ ഒക്കെ പറയാൻ പലതും മടിക്കുന്നു എന്നുള്ളതാണ്. ശബരിമലയിൽ കാലങ്ങളായി വലിയ തോതിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശബരിമല മാത്രമല്ല, രാജ്യത്ത് തന്നെ പല ക്ഷേത്രങ്ങളിലും വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്നതിന്റെ വാർത്തകൾ പുറത്തു വരുന്നു. ശബരിമല കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ വാർത്തകളിൽ നിലനിൽക്കുന്നു. അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പോലും തട്ടിച്ചു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ മലയാളികൾ കേട്ടതാണ്. അവിടെയാണ് ഈ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ശബരിമലയിലെ പൂജാതി കർമ്മങ്ങളിൽ ഭാഗമാകുന്ന ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരൻ വിശ്വാസപരമായി അതിൻ്റെ മേൽശാന്തി തന്നെയാണ്. ആ മേൽശാന്തി നിയമനത്തിൽ വ്യാജരേഖ സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് വ്യാജരേഖ ചമച്ചയാൾ എന്നതിനപ്പുറത്ത് ഇത്തരം വ്യാജരേഖകൾക്ക് അംഗീകാരം നൽകിയതാരാണോ? ഒന്നുകിൽ ഇത്തരം വ്യാജരേഖകൾ ഈ മേൽശാന്തി നിയമനത്തിനായി എത്തുന്നവർ സ്വയം തിരുത്തി നൽകിയതാകാം, അതല്ല എങ്കിൽ കൃത്യമായ അറിവോടെ ഉദ്യോഗസ്ഥരുടെ പിന്തുണയോടുകൂടി നടന്നതാകാം. അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അടക്കം നൽകുന്നത് ഉദ്യോഗസ്ഥ തലത്തിലാണല്ലോ. തീർച്ചയായും, കാരണം ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങളും ന്യൂസ് 18 ഇന്നലെ പുറത്തുവിട്ടതാണ്. അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അസിസ്റ്റന്റ്
അസിസ്റ്റന്റ് കമ്മീഷണർ മിനിയാണ് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ED പ്രസാദിന് നൽകിയത്. അതിൽ ഈ ചോറ്റാനിക്കര മേൽക്കാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം അദ്ദേഹം അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. 2015 മുതൽ 17 വരെയുള്ള കാലയളവിൽ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലടക്കമായിരുന്നു ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകിയത്. അതോടൊപ്പം ആറേശ്വര ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു പരിധിവരെയും ഈ ചോറ്റാനിക്കര മേൽക്കാവിൽ അവർ സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല, അല്ലെങ്കിൽ അക്കാര്യം പരിശോധിച്ച് കാണില്ല. അത്തരമൊരു വീഴ്ച അറിയാതെ തന്നെ ഒരു വീഴ്ച ഉണ്ടായി കാണാം. പക്ഷെ ആറേശ്വര ക്ഷേത്രം, തൃശ്ശൂരിലെ ആറേശ്വര ക്ഷേത്രം, എല്ലാ ക്ഷേത്രത്തിനും ഞാൻ അതിന്റെ വലിപ്പ ചെറുപ്പമൊന്നും പറയുന്നില്ല, പക്ഷേ പൂജകളുടെ കാര്യത്തിൽ 3 പൂജകൾ ഇല്ലാത്ത ക്ഷേത്രമാണ് ആറേശ്വരമെന്ന് സാമാന്യം ഈ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ്.